നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക്, മഹാഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഇതാണ്. അതായത് ഒരു ഭാഗ്യം വരുന്നതിന് മുൻപ് ഒരു നിർഭാഗ്യം വരും. അത് വ്യക്തികളുടെ കാര്യം മാത്രമല്ല, മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ കാര്യമാണ്. അതായത് ടു എവറി ആക്ഷൻ ദർ വിൽ ബി ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാവർക്കും അറിയാം. ന്യൂട്ടൻ്റെ ചലന നിയമം മാത്രമല്ല, അത് പ്രപഞ്ച നിയമമാണത്. ഓക്കെ, ക്രിസ്തുവും ഗാന്ധിയൊക്കെ പറയുന്നു, കുറ്റിക്ക് അടിക്കുകയാണെങ്കിൽ മറ്റേ കൂടെ കാണിച്ചു കൊടുക്കുകയാണ്. സംഭവം എന്താണ്? ഒരാൾ നമ്മളെ തല്ലിയാൽ ഒരു സംശയവും വേണ്ട, അതിന് തിരിച്ചടി കിട്ടിയിരിക്കും, നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ വ്യക്തികളുടെ കാര്യങ്ങൾ പറയാം. അതിനുശേഷം മൊത്തം മനുഷ്യരാശിയുടെ കാര്യം സംസാരിക്കാം. ഓക്കെ, അതായത് ഒരു മരണം സംഭവിക്കുന്നു, നമ്മുടെ ഒരു ഏറ്റവും അടുത്ത ബന്ധു മരിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും വലിയ സങ്കടവും ദുഃഖവും ഒക്കെ വരും. ശരി, പക്ഷേ അത്രത്തോളം അടുപ്പമുള്ള, ആഴത്തിൽ സ്നേഹബന്ധമുള്ള ബന്ധുക്കൾ നമ്മളെ വിട്ടു പിരിയുമ്പോൾ നമ്മൾ അതിയായിട്ട് ദുഃഖിക്കും. പക്ഷേ ഒരു സംശയവും വേണ്ട, അതിനോപ്പോസിറ്റായിട്ടുള്ളത് സംഭവിക്കും. ഒരാൾ മരിക്കുകയാണെങ്കിൽ അയാൾക്ക് പകരം മറ്റൊരാൾ വരിക തന്നെ ചെയ്യും. എൻ്റെ അനുഭവം ഞാൻ പറയാം. ശ്രീ വി സാംബശിവൻ, നിങ്ങൾക്കെല്ലാം അറിയാം, കാഥികനായിരുന്നു, സർവകലാവല്ലഭനായിരുന്നു, എൻ്റെ പിതാവുമാണ്. ഓക്കെ, അദ്ദേഹം 1996 ഏപ്രിൽ 23 മരിക്കുന്നു. ഓക്കെ, അതിന് ഏകദേശം കൃത്യം 9 മാസം മുമ്പാണ്, അതായത് 95 ജൂലൈ 23 അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്യുന്നത്. ഈ ജൂലൈ 23 എന്ന് പറയുന്നത് 1995 ജൂലൈ 23 എന്ന് പറയുന്നത് എൻ്റെ മകൻ, ഒരേ ഒരു മകൻ നിസ്തുൽ കൃഷ്ണ സാംബശിവൻ്റെ ജന്മദിനമാണ്. അതായത് 1995 ജൂലൈ 23 എൻ്റെ പിതാവിന് ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്യുന്നു. ആ ദിവസമാണ് എൻ്റെ മകൻ ജനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം കൂടെ. എൻ്റെ മകൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 100% കാഴ്ചയിലും സ്വഭാവത്തിലും ഒക്കെ ശ്രീ വി സാംബശിവൻ തന്നെയാണ്. 100% അതേ ഗ്ലാമറും അതേ ഫേസ് കട്ടും എല്ലാം ഒത്തു വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ അച്ഛൻ്റെ മുഖ വടിവുള്ള നിരവധി പേരുണ്ട്, പക്ഷേ 100% സാമ്യതയുള്ളത് എൻ്റെ മകനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പുതിയ കുട്ടി ജനിക്കുന്നു. അതായത് മുതിർന്ന ഒരാളുടെ ഭംഗി മുഴുവൻ ആവാഹിച്ചെടുത്തുള്ള സൗന്ദര്യമുള്ള ഒരു കുട്ടി ജനിക്കുമ്പോൾ ഈ മുതിർന്ന ആൾക്ക് ദോഷമാണെന്നാണ് പൊതുവെയുള്ളൊരു വിശ്വാസം. ഏതാണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു. അതായത് എൻ്റെ മകൻ ജനിച്ച അതേ ദിവസം തന്നെ എൻ്റെ പിതാവ് ക്യാൻസർ ബാധിതനാണെന്ന് കൺഫേം ചെയ്യപ്പെടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ദിവസം ക്യാൻസറാണെന്ന് കൺഫേം ചെയ്ത് ഏതാണ്ട് ഒരു 10 ദിവസത്തോളം ഞാൻ ഹൈലി ഡിപ്രസ്ഡ് ആയിരുന്നു. ഓക്കെ, അന്ന് എനിക്കറിയില്ല ഒരാൾ അദ്ദേഹത്തിന് പകരം ജനിക്കുമെന്ന്. എൻ്റെ ഒരു അപ്പച്ചി അത് തുറന്നു പറയുകയും ചെയ്തു. അച്ഛന് പകരം തന്നതാണ് ഈ കുട്ടിയെ. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ
നെഗറ്റീവായിട്ടുള്ള സംഭവം നടന്നത് എൻ്റെ അച്ഛൻ്റെ മരണം തന്നെയാണ്. പക്ഷേ അങ്ങനൊരു സംഭവം നടന്നതിന് ശേഷം എൻ്റെ മകൻ ജനിക്കുന്നു. അതായത് ജൂലൈ 23 കൺഫേം ചെയ്യുന്നു ക്യാൻസറാണെന്ന്. 1996 ഏപ്രിൽ 23 അദ്ദേഹം മരിക്കുന്നു. ഓക്കെ, 9 മാസം, കൃത്യം 9 മാസം. അപ്പോൾ ഒരു വലിയ നിർഭാഗ്യം വരുന്നു, വലിയൊരു ഭാഗ്യം വരുന്നു. ഓക്കെ, ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുക്കുക. പെട്ടെന്ന് നമ്മൾ ഒരു ചെറിയ അപകടത്തിൽപ്പെടുന്നു, ചെറിയ അപകടം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വെച്ച് കെട്ടും കാര്യങ്ങളുമൊക്കെ കാണും. എത്രത്തോളം ശക്തമാണോ ആ പരിക്ക്, അത്രത്തോളം ശക്തമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന സൗഭാഗ്യം. അതായത് ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളമുണ്ടെന്ന് വെക്കുക. വെള്ളത്തിന് എത്രത്തോളം മൂല്യമുണ്ട് നമുക്കറിയാം. ഓക്കെ, ആ വെള്ളം ആ ഗ്ലാസ്സിൽ നിറയെ ഉണ്ടെങ്കിൽ പാലോ തേനോ ഒന്നും അതിനകത്തോട്ട് ഒഴിക്കാൻ ഒക്കില്ല, അത് തുളുമ്പിപ്പോവും. ഓക്കെ, അപ്പോൾ ഈശ്വരൻ ചെയ്യുന്നത് എന്താണ്? ആ വെള്ളം മൂല്യക്കുറവുള്ള ആ വെള്ളം എടുത്ത് കളയുന്നു. അപ്പോൾ നമുക്ക് വിഷമം തോന്നും തീർച്ചയായിട്ടും. പക്ഷേ അതിന് പകരം ഈശ്വരൻ എന്തെങ്കിലും കൊണ്ടുവന്ന് നിറയ്ക്കുക തന്നെ ചെയ്യും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടുപ്പമുള്ള ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മളിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. പൊതുവെ നമ്മൾ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അതിന് പകരം, അതായത് നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ മാറ്റുന്നത് അവരുടെ ആ നിയോഗം കഴിയുന്നു, അതിന് പകരം മറ്റൊരാൾക്ക് അവിടെ സ്ഥാനം കൊടുക്കുന്നു. ഈശ്വരൻ ചെയ്യുന്നതാണ്. ഉടനെ സംഭവിക്കില്ല, പക്ഷെ കാലങ്ങളെടുത്ത്, അത് വർഷങ്ങളൊന്നും എടുക്കില്ല, ഒരുപക്ഷെ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ബോധ്യമാവും ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ബന്ധു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു എങ്കിൽ ഒരു സംശയം വേണ്ട, മറ്റൊരു വ്യക്തി വരും. ഓക്കെ, അപ്പോൾ അത് ഈ ഒറ്റപ്പെടൽ സൗഭാഗ്യത്തിൻ്റെ ഒരു മറുവശമാണ്, ഒരു നാണയത്തിൻ്റെ മറ്റൊരു വശമാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് നിർഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ, ഏത് തരത്തിലുള്ള ഒറ്റപ്പെടലോ അങ്ങനെയൊക്കെയുള്ള നിരവധി നിർഭാഗ്യങ്ങൾ നമ്മളെ തേടി വരും. പക്ഷേ അത് വരുമ്പോൾ നമ്മൾ അസ്തവീര്യരായി പോകരുത്, മറിച്ച് മറ്റൊരു സൗഭാഗ്യം വരുന്നതിൻ്റെ സൂചന തന്നെയാണ് ഒരു നിർഭാഗ്യം വരുന്നത്. ഇപ്പോൾ കടലിൽ ഒരു തിരമാല ഇങ്ങനെ ഉയർന്നു വരുന്നു, ഒരു സംശയവും വേണ്ട, അത് താഴോട്ട് തന്നെ വരികയും ചെയ്യും. ഓക്കെ, താഴെ വന്നെന്ന് വിചാരിച്ചിട്ട് പിന്നെ തിരമാല ഉണ്ടാകത്തില്ലെന്ന് വിചാരിക്കണ്ട. തിരമാല പിന്നെയും വരും, വലിയ തിരമാലകൾ പിന്നെയും വരും. ഓക്കെ, അത് വ്യക്തികളുടെ കാര്യം. ഓക്കെ, ഇനി മനുഷ്യവംശത്തിൻ്റെ കാര്യം എടുത്താലോ? ഞാൻ പറയുന്നു, മനുഷ്യരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഒരു മഹാഭാഗ്യം, അതായത് ഘനഗംഭീരമായ ഒരു സമ്പൽ സമൃദ്ധി നമ്മളെ കാത്തിരിക്കുന്നുണ്ട്.
ഇത് ഞാൻ ഇന്ന് രാവിലെ ആലോചിച്ചുണ്ടാക്കിയ സംഭവമൊന്നുമല്ല. ഏതാണ്ട് 35 വർഷമായിട്ട് എൻ്റെ മനസ്സിലുള്ളതാണ്. ഏതോ ഒരു വലിയ സൗഭാഗ്യം മനുഷ്യരാശിയെ കാത്തു നിൽക്കുകയാണ്. നിങ്ങൾക്കറിയില്ലായിരിക്കും, എങ്കിലും പറയാം. അതായത് 2012 ഡിസംബർ 21 ഒരു വലിയ മാറ്റം പ്രപഞ്ചത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൂമിയായിട്ട് ചുറ്റപ്പെട്ട പ്രപഞ്ചത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ സൗരയുദ്ധം അറിയാമല്ലോ. സൗരയുദ്ധം രാശി മാറിയിട്ടുണ്ട്. 2012 ഡിസംബർ 21. അതായത് ഈ ഗ്രഹങ്ങൾ രാശി മാറുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളത് ജ്യോതിഷം പഠിപ്പിക്കുകയല്ല, ഞാൻ പറയുന്ന വിഷയത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഷയം എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. എന്തായാലും സൗരയുദ്ധം, ഈ ഓരോ ഗ്രഹങ്ങൾ രാശി മാറുന്ന പോലെ സൗരയുദ്ധം തന്നെ ഏകദേശം 2000 കൊല്ലം കൂടുമ്പോൾ രാശി മാറുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കുംഭൻ രാശിയിലാണ് സൗരയുദ്ധം നിൽക്കുന്നത്. അത് ഏകദേശം 2012 തൊട്ട് ഏകദേശം 2000 കൊല്ലം ഈ കുംഭൻ രാശിയിൽ സൗരയുദ്ധം നിൽക്കും. അപ്പോൾ ഈ രാശികളിൽ വെച്ച് ഏറ്റവും അതിശക്തമായ രാശി എന്ന് പറയുന്നത് കുംഭൻ രാശിയാണ്. കുംഭൻ രാശി എന്ന് പറയുന്നത് ശനിയുടെ സ്വക്ഷേത്രമാണ്. ശനിക്ക് മകരവും കുംഭവുമാണ് സ്വക്ഷേത്രങ്ങൾ. അതിൽ തന്നെ കുംഭത്തിനാണ് കൂടുതൽ പവറുള്ളത്. അപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ 12 രാശികളുള്ളതിൽ വെച്ച് ഏറ്റവും അതിശക്തമായ രാശിയിലാണ്, കുംഭൻ രാശിയിലാണ് സൗരയുദ്ധം ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ 2000 കൊല്ലത്തിൻ്റെ കണക്കെന്താണ് നിങ്ങൾക്ക് അറിയാം. അതായത് 2000 കൊല്ലം കൂടുമ്പോൾ ഒരു അവതാരം ഉണ്ടാവുമെന്നാണ്. 2000 കൊല്ലം മുമ്പ് ക്രിസ്തുദേവൻ ജനിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള കാലയളവിൽ പുതിയൊരു അവതാരം പിറവി എടുത്തിട്ടുണ്ടെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതായത് നമ്മളുടെ ഇടയിൽ തന്നെ ഒരു പ്രവാചകൻ ഉണ്ട്. ശ്രീ MK സാനു സാറ്, സാനു മാസ്റ്റർ അത് ഒരിക്കൽ വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തു. അതായത് നമ്മളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ട്. ഈ പ്രവാചകൻ പിറവിയെടുത്ത് തന്നെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഒരു സാധാരണക്കാരനായിട്ട് ഉണ്ട്. ഒരു പ്രത്യേക കാലഘട്ടം കഴിയുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ള ഒരു നിലയിൽ അദ്ദേഹം വരും. അപ്പോൾ ഈ 2000 കൊല്ലം കൂടുമ്പോൾ സൗരയുദ്ധത്തിൻ്റെ രാശി മാറുന്നു. 2000 കൊല്ലം കൂടുമ്പോൾ ഓരോ അവതാരങ്ങൾ പിറവിയെടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ സംഭവം ഇതാണ്. നിങ്ങൾക്കറിയാം കൽക്കി, പിന്നെ ക്രിസ്തുദേവൻ്റെ 2ാം വരവ്, ഇതെല്ലാം തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നോസ്ട്രഡാമസിൻ്റെ പ്രവചനമുണ്ട്. ഓക്കെ, നോസ്ട്രഡാമസിനെ നിങ്ങൾക്കറിയാം. നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങളിൽ ഏറ്റവും ഘനഗംഭീരമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. 3 സമുദ്രങ്ങൾ ചേരുന്ന ഒരു സ്ഥലത്ത് ജനിക്കുന്ന ഒരു വ്യക്തി ലോകക്രമത്തെ നിയന്ത്രിക്കും, ഭരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എങ്കിലും കൂടുതൽ ക്ലാസിക്കായിട്ടുള്ളൊരു കമൻറ്റ് പറയാൻ ഇതാണ്. അദ്ദേഹം പറഞ്ഞു, ഈ 3 സമുദ്രങ്ങൾ
ചേരുന്നത് എവിടാ? കന്യാകുമാരിയിൽ മാത്രമാണ്. ഭൂമിയിൽ 3 സമുദ്രങ്ങൾ കൂടുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് സൗത്ത് ഇന്ത്യയാണ്. അപ്പം പെട്ടെന്ന് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ ലോകം ഭരിക്കാൻ പോകുന്നു. ഇന്നും നാളെയൊന്നുമല്ല, ഇറ്റ് മേ ടേക്ക് ടൈം. പക്ഷേ അത് നോസ്ട്രാഡാമസ് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എല്ലാ പ്രവചനങ്ങളും ശരിയായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നോസ്ട്രാഡാമസിൻ്റെ ഒരു പ്രവചനം, ക്രിസ്തുവിൻ്റെ 2ാം വരവ്, പിന്നെ കൽക്കിയുടെ അവതാരം, ഇത് 3 നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു സൗഭാഗ്യകാലം മുന്നിലുണ്ട് മനുഷ്യരാശിക്ക് മുമ്പിൽ. പക്ഷേ ഞാൻ പറയുന്നു, ഈ സൗഭാഗ്യകാലത്തിന് മുൻപ് ഒരു നിർഭാഗ്യം ഉണ്ടാവും. അവിടെയാണ് പ്രശ്നം. ഓക്കെ, അതാണ് എൻ്റെ വിഷയവും. ഓക്കെ, അതായത് മനുഷ്യ സമൂഹത്തിനെ മുഴുവൻ ബാധിക്കുന്ന ഒരു നിർഭാഗ്യം വരാൻ പോകുന്നു. അതിനുശേഷമായിരിക്കും ഈ മഹാസൗഭാഗ്യകാലം വരാൻ പോകുന്നത്. ഇതെല്ലാം കണക്റ്റഡാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നിർഭാഗ്യം വരാൻ പോകുന്നത്? അത് എല്ലാവരെയും ബാധിക്കണം, എന്നെയും നിങ്ങളെയെല്ലാം ബാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു സൗഭാഗ്യകാലത്തിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു നിർഭാഗ്യകാലം ഉണ്ടാവും. അതിൻ്റെ രൂപവും സ്വഭാവവും ഒക്കെ ഊഹിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാവരെയും ബാധിക്കണമെങ്കിൽ എന്താ? സമൂഹം തകരണം, ഈ സോഷ്യൽ സിസ്റ്റം തകരണം, എങ്കിലേ എല്ലാവരെയും അത് ബാധിക്കുകയുള്ളൂ. അതെന്താണ്? ഓക്കെ, 2024 ജനുവരി 18 വേൾഡ് എക്കണോമിക് ഫോറം പറഞ്ഞത് ലോകത്തെല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും അരാജകത്വവും കൊടും പട്ടിണിയും വരുമെന്നാണ്. അവർ പറഞ്ഞു കഴിഞ്ഞു. നിസ്സാരന്മാരായിട്ടുള്ള ആൾക്കാരല്ല. നമ്മുടെ പത്രങ്ങളിലൊന്നും വന്നില്ലെന്ന് വിചാരിച്ചിട്ട് അത് നിസ്സാരമായിട്ട് തള്ളണ്ട. പത്രത്തിൽ വരാത്ത കാര്യങ്ങളാണ് ഏറ്റവും ഘനഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ. അത് ഒരു പത്രത്തിലും മലയാളത്തിൽ ഒരു മാധ്യമത്തിലും വന്നിട്ടില്ല. ഒരു യൂട്യൂബ് ചാനലിലോ ഒരു പത്രത്തിലോ ഒരു TV ചാനലിലോ ഒന്നും വന്നിട്ടില്ല. അവർ പറഞ്ഞത് ഇതാണ്: ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അരാജകത്വവും കൊടും പട്ടിണിയും വരാൻ പോകുന്നു. അവർ പറഞ്ഞതിന് ശേഷം മലയാളികൾ അറിഞ്ഞത് നേപ്പാളിൽ അരാജകത്വം വന്നു. പിന്നെ യുദ്ധത്തിന് തൊട്ടു മുൻപായിട്ട് ഇറാനിലും അത് സംഭവിച്ചു. ഇത് 3 മലയാളികൾക്ക് അറിയും. പക്ഷേ നേപ്പാളിൽ സംഭവം നടക്കുന്നതിൻ്റെ അതേ ദിവസങ്ങളിൽ തന്നെ മൊറോക്കോ, ജോർജിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. അതൊന്നും മലയാളി അറിഞ്ഞില്ല. അതുകൂടാതെ കഴിഞ്ഞ 4-5 വർഷത്തിനിടയ്ക്ക് മൊത്തത്തിൽ ഏകദേശം 45 രാജ്യങ്ങളിൽ ഭരണ സംവിധാനം നാമമാത്രമായി എന്നുള്ള കാര്യം മലയാളി അറിഞ്ഞിട്ടില്ല. മലയാളി ഭയങ്കര എൻജോയ് ചെയ്ത് ജീവിക്കുകയാണ്. ഓക്കെ, പക്ഷേ താമസേ അറിഞ്ഞോളൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ അത് ഞാനോ നിങ്ങളോ അല്ല നിശ്ചയിക്കുന്നത്, കാലമാണ് അത് നിശ്ചയിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നു, അത് ശരിയോ തെറ്റോ നമുക്ക് പറയാൻ ഒക്കില്ല. എനിക്കും തീർത്ത് പറയാൻ ഒക്കില്ല, നിങ്ങൾക്കും തീർത്ത് പറയാൻ ഒക്കില്ല. അത് കാലം നിശ്ചയിക്കും. നിങ്ങൾക്കറിയാം ഗലീലിയോയുടെ കാര്യം. ഗലീലിയോ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു ഭൂമി ഉരുണ്ടതാണ്. അന്ന് വരെയുള്ള എല്ലാ തരത്തിലുള്ള വിശ്വാസവും ഭൂമി പരന്നതായിരുന്നു എന്നതാണ്. അതാരും അംഗീകരിച്ചില്ല. കാരണം എല്ലാവരും നോക്കുമ്പോൾ
അപ്പുറത്തോട്ട് പോകുമ്പോൾ എവിടെ ഉരുണ്ടിരിക്കുന്നത്? മാത്രമല്ല പല മതഗ്രന്ഥങ്ങളിലും അങ്ങനെയാണ് പറഞ്ഞിരുന്നത്, ഭൂമി പരന്നതാണെന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് ഗലീലിയോ ഏകദേശം 400-450 കൊല്ലം മുമ്പ് പറഞ്ഞത് അന്ന് എല്ലാവരും തള്ളിക്കളഞ്ഞു. നാട്ടുകാരും വീട്ടുകാരും മാത്രമല്ല, അധികാരികളും മാത്രമല്ല, മത നേതാക്കളും അതിനെ ചോദ്യം ചെയ്യുക മാത്രമല്ല, അത് തിരുത്തി പറഞ്ഞില്ലെങ്കിൽ തെമ്മാടിക്കുഴിയിൽ നിങ്ങളെ അടക്കും എന്ന് മത നേതാക്കൾ പറഞ്ഞു. അദ്ദേഹം മരിക്കുന്നത് വരെ ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കപ്പെട്ടു. അദ്ദേഹം മരിച്ച് ഏകദേശം 200-250 കൊല്ലം കഴിഞ്ഞിട്ടാണ് മറ്റ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ഭൂമി ഉരുണ്ടത് തന്നെ. ഇപ്പോൾ ഏകദേശം 1990-കളിലാണ് മത നേതാക്കൾ ഗലീലിയോയുടെ ഈ പ്രസ്താവന, ഭൂമി ഉരുണ്ടതാണെന്നുള്ള പ്രസ്താവന തിരുത്തി പറയിച്ചതിന് ആ മത നേതാക്കൾ, ആ മതം മാപ്പ് പറഞ്ഞു ഔദ്യോഗികമായിട്ട്. അതൊന്നും നമ്മുടെ പത്രങ്ങളിലൊന്നും വരത്തില്ല. എന്തായാലും ഞാൻ അറിയുന്നുണ്ട്, അവിടെയാണ് എൻ്റെ ഒരു പ്രസക്തി. അപ്പോൾ ഗലീലിയോ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ 100% പേരും 100% തള്ളിക്കളഞ്ഞു. പക്ഷെ കാലം തെളിയിച്ചു അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന്. അതുകൊണ്ട് ഞാനല്ല, ആരായാലും എന്ത് പറഞ്ഞാലും അത് ശരിയോ തെറ്റോ എന്നുള്ളത് ഞാനോ നിങ്ങളോ അല്ല തീരുമാനിക്കുന്നത്, കാലം തീരുമാനിക്കും. അപ്പം ഞാൻ പറയുന്നു, ഒരു നിർഭാഗ്യം വരാൻ പോകുന്നു മനുഷ്യരാശിക്ക് മുഴുവൻ. അതിനുശേഷം മഹാസൗഭാഗ്യകാലം വരാൻ പോകുന്നു. അങ്ങനെ വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിർഭാഗ്യകാലം വരാൻ പോകുന്നു. അതായത് ഈ സോഷ്യൽ സിസ്റ്റം കൊളാപ്സ് ചെയ്യും. ഇത് ഞാൻ 23 കൊല്ലം മുമ്പ് പറഞ്ഞതാണ്. കാരണം ഇന്ന് നിലനിൽക്കുന്ന എന്ന് പറയുമ്പോൾ ഇന്നത്തെ പണം അടിസ്ഥാനമാക്കിയുള്ള വ്യവസ്ഥിതി നിലനിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5000 കൊല്ലമായി. ഏകദേശം 5000 കൊല്ലം. അത് പല രൂപത്തിൽ പണം, മോണിറ്ററി സിസ്റ്റം മാറി മാറി വന്നു. ഇപ്പോൾ അത് ഏറ്റവും ലേറ്റസ്റ്റ് നിൽക്കുന്നത് ഡിജിറ്റൽ കറൻസി വരാൻ പോകുന്നു. ഓക്കെ, അങ്ങനെ പല രൂപങ്ങളിൽ പണം അടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യവസ്ഥിതിക്ക് രൂപമാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, പക്ഷേ ഈ 5000 കൊല്ലമായിട്ട് ദാരിദ്ര്യം നിലനിൽക്കുന്നു. ഏകദേശം 50%-ലധികം ജനങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് ദാരിദ്ര്യത്തിലാണ്. 50%-ലധികം ആൾക്കാർക്ക് നല്ല വീടില്ല, നല്ല ആഹാരമില്ല, നല്ല വസ്ത്രമില്ല, മരുന്നില്ല, ചികിത്സയില്ല, വിദ്യാഭ്യാസമില്ല, അങ്ങനെ ഒന്നുമില്ലാതെ ഏകദേശം 50%-ലധികം ജനങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നു. നൂറ്റാണ്ടുകളായിട്ട് ദാരിദ്ര്യം അനുഭവിച്ചു. അതുതന്നെ തെളിവാണ് ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം അശാസ്ത്രീയമാണ്, അൺസയൻറ്റിഫിക് ആണെന്ന്. അത് ഞാൻ 23 കൊല്ലം മുമ്പാണ് ഞാൻ പറഞ്ഞത്. ഈ സിസ്റ്റം ഇസ് ഗോയിങ് ടു കൊളാപ്സ്. അതിപ്പോൾ കഴിഞ്ഞ ഒരു 2.5 കൊല്ലമായിട്ട് സായിപ്പന്മാരും പറഞ്ഞു തുടങ്ങി. നോക്കുക, ഞാൻ 23 കൊല്ലം മുമ്പ് പറഞ്ഞത് ഇപ്പോൾ സായിപ്പന്മാർ ഔദ്യോഗികമായിട്ട് പറയുന്നു. അതിൻ്റെ ഈ സാമ്പത്തിക വിദഗ്ധൻ്റെ ഏറ്റവും വലിയ സംഘടനയായ കൂട്ടായ്മയായ വേൾഡ് എക്കണോമിക് ഫോറം പറഞ്ഞിരിക്കുന്നു, ദ സിസ്റ്റം ഈസ് ഗോയിങ് ടു കൊളാപ്സ്.
അത് 45 രാജ്യങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞു, നമ്മൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അതെൻ്റെ കുഴപ്പമല്ല, ആരുടെ കുഴപ്പമാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഓക്കെ. അപ്പോൾ ഈ സാമ്പത്തിക വിദഗ്ധർ ന്യൂറിൽ രൂപിണി, അതുപോലെ തന്നെ ഹാരി ഡെൻ്റ്, റോബർട്ട് കിയോസാക്കി തുടങ്ങിയ സാമ്പത്തിക വിദഗ്ധരൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ദ സിസ്റ്റം ഈസ് ഗോയിങ് ടു കൊളാപ്സ്. അതിൽ റോബർട്ട് കിയോസാക്കി ആണ് ഇവരിൽ തന്നെ ടോപ്പിൽ നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞു 100% ബാങ്കുകളും പൊളിയാൻ പോകുന്നു. നിങ്ങൾ പട്ടിണി കിടക്കാൻ ശീലിക്കൂ എന്നാണ് ഓരോ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇതൊന്നും നമ്മുടെ മലയാളികൾ അറിയുന്നില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 മാസമായിട്ട് പുതിയ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? 100% രാജ്യങ്ങളും 100% ബാങ്കുകളും 100% കമ്പനികളും 100% മനുഷ്യരും, ഞാനും നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കടക്കണിയിൽ പെടാൻ പോവുകയാണ്. കടക്കണിയിൽ ആയിക്കഴിഞ്ഞു, ഒരു 90% ആയിക്കഴിഞ്ഞു. ഇനി അത് 100% ആകുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. 23 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു, ദ സിസ്റ്റം ഈസ് ഗോയിങ് ടു കൊളാപ്സ്. ഇപ്പോൾ ഒരു 3 മാസമായിട്ട് ഞാൻ പറയുന്നു, 100% ജനങ്ങളും കമ്പനികളും ഗവൺമെൻറ്റുകളും ബാങ്കുകളുമെല്ലാം കടക്കണിയിലാണ്. ഓക്കെ. ഈ സാമ്പത്തിക വിദഗ്ധരും, ഞാൻ പറഞ്ഞ 3 സാമ്പത്തിക വിദഗ്ധരും വേൾഡ് എക്കണോമിക് ഫോറവും ഇത് തകരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനൊരു സൊല്യൂഷൻ ആർക്കും തന്നെ പറയാൻ പറ്റിയിട്ടില്ല. ഇറ്റ്സ് എ ഫാക്ട്. അങ്ങനെ വരുമ്പോഴാണ് 2000 സാമ്പത്തിക വിദഗ്ധരെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ആശയം കറൻസി ഫ്രീ സിസ്റ്റം. കറൻസി ഇല്ലാത്ത ലോകം, കറൻസി രഹിത വ്യവസ്ഥ പ്രസക്തമാകുന്നത്. ലോകത്ത് മറ്റോ ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ സിസ്റ്റത്തിന് ഒരു ബദലായിട്ട് ഒരു സിസ്റ്റം ആർക്കെങ്കിലും പറയാമെങ്കിൽ പറ, ഞാൻ മാറി നിൽക്കാം. പക്ഷെ ആരും പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കിടന്ന് സംസാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് കറൻസി രഹിത വ്യവസ്ഥയെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ മലയാളത്തിൽ കറൻസി രഹിത വ്യവസ്ഥയെന്നോ കറൻസി ഫ്രീ സിസ്റ്റം എന്നോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് ഏകദേശം 13 വർഷമായിട്ട് എൻ്റെ സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു, കറൻസി രഹിത വ്യവസ്ഥ, കറൻസി ഫ്രീ സിസ്റ്റം എന്ന്. ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ്, അദ്ദേഹം അപ്ലൈഡ് എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടിയ റിട്ടയേർഡ് എക്കണോമിക്സ് പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ തന്നെ ഏകദേശം 5 പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളാണ് ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ്. കൊച്ചിയിലുള്ളതാണ്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ആശയത്തെക്കുറിച്ച് ഉള്ള വീഡിയോ ചെയ്തു, 12 വർഷം പഠിച്ചതിന് ശേഷം. അപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ശ്രമിക്കുക, താല്പര്യമുള്ളവർ. ഓക്കെ. അപ്പോൾ ആ ആശയം, അതിൻ്റെ ഒരു നിർവചനം ഞാൻ പറയാം. പ്രകൃതി സമ്പത്തും മനുഷ്യശേഷിയും ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സും ടെക്നോളജിയും പണത്തിൻ്റെ തടസ്സം കൂടാതെ ഗവൺമെൻറ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ വെറും 100 ദിവസം കൊണ്ട് ലോകം സമ്പൽ സമൃദ്ധമാക്കാം എന്നാണ് നമ്മുടെ കറൻസി രഹിത വ്യവസ്ഥയുടെ ഒരു നിർവചനം. ഈ ആശയം നടപ്പിലായാൽ
ലോകത്തിലെ രാജ്യങ്ങളുടെ മൊത്തം കടമായ ഏകദേശം 45,000 ലക്ഷം കോടി രൂപയുടെ കടം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം. രാജ്യങ്ങളുടെ കടം തീർക്കാം, നിങ്ങളുടെ കടം തീർക്കാം 1 സെക്കൻഡ് കൊണ്ട്. ഡീറ്റെയിൽസൊക്കെ എൻ്റെ വീഡിയോകളിൽ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മോദിജി പറഞ്ഞേക്കുന്നത് 2047 ഇന്ത്യയെ ലോകത്തിലെ നമ്പർ 1 രാജ്യമാക്കാമെന്നാണ്. ഞാൻ പറയുന്നു വെറും 100 ദിവസം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമാക്കാം ഇന്ത്യയെ ₹1 ചെലവില്ലാതെ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പറയും, ഓ ഇവരെ തലയ്ക്ക് വട്ട, ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. അങ്ങനെ പറയുന്നത് എളുപ്പം. കാര്യം ഇത് ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റത്തില്ല. അത് ചെറിയ പണിയൊന്നുമല്ല. അപ്പോൾ മെനക്കെടാൻ കഴിയാത്തവർക്ക് ഈസി ആയിട്ട് പറയാം, ഓ ഇവന് തലയ്ക്ക് വെട്ട എന്നൊന്ന് പറഞ്ഞ് തള്ളിക്കളയാം. ഓക്കെ, നോ പ്രോബ്ലം. ഞാനിത് ഒക്കെ പറയുന്നത്, ഈ വീഡിയോ ചെയ്യുന്നതും നാട്ടുകാരെല്ലാം ഇത് കണ്ട് ഇതങ്ങ് വൈറലാവുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. മറിച്ച് ഈശ്വരൻ എൻ്റെ മനസ്സിലേക്ക് ഇട്ടുതന്ന ആശയം ഞാൻ വികസിപ്പിച്ചു, അത് ജനങ്ങളോട് ഞാൻ പറയുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങളുടെ കൂടെ പ്രപഞ്ചശക്തിയും എൻ്റെ വാക്കുകൾ കേൾക്കുകയാണ്. ഓക്കെ, അപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് കടങ്ങളെല്ലാം തീർക്കാം. 100 ദിവസം കൊണ്ട് ലോകത്തെ സമ്പൽ സമൃദ്ധമാക്കാം. ഇന്ത്യയെ 100 ദിവസം കൊണ്ട് ₹1 ചെലവില്ലാതെ സമ്പൽ സമൃദ്ധമാക്കാം, നമ്പർ 1 രാജ്യമാക്കാം. കൂടാതെ ഇത് അടുത്ത പറയുമ്പോൾ നിങ്ങൾ കൺഫേം ചെയ്യും എനിക്ക് തലയ്ക്ക് വട്ടാതെ. വെറും 2 ദിവസം കൊണ്ട് ₹1 ചെലവില്ലാതെ 160 കോടി വീടുകൾ നിർമ്മിക്കാം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻ്റെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ₹1 ചെലവില്ലാതെ വെറും 100 ദിവസം കൊണ്ട് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന 830 കോടി ജനങ്ങൾക്കും ആവശ്യമുള്ളതിൻ്റെ 5 ഇരട്ടി ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാം ₹1 ചെലവില്ലാതെ, വെറും 100 ദിവസം കൊണ്ട്. വെറും 30 ദിവസം കൊണ്ട് ₹1 ചെലവില്ലാതെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകളും പാലങ്ങളും സാധ്യമാക്കാം. ലോകം മുഴുവൻ, ഇന്ത്യയിൽ മാത്രമല്ല. ഇത് മാത്രമല്ല, 10,000-കണക്കിന് അവിശ്വസനീയമായ നേട്ടങ്ങൾ കറൻസി രഹിത വ്യവസ്ഥയിലൂടെ നേടാം. അപ്പോൾ ഞാൻ പറയുന്ന ഇത് വൈൻഡപ്പ് ചെയ്യാണ്. പറയുന്ന ഇതാണ്, മനുഷ്യരാശിക്ക് ഒരു മഹാസൗഭാഗ്യകാലം വരാൻ പോകുന്നു. പക്ഷേ അതിനു മുമ്പ് ഒരു നിർഭാഗ്യകാലം വരും. അപ്പോൾ ആ മഹാസൗഭാഗ്യകാലത്തിലേക്ക് ഞാൻ മുന്നോട്ട് വെക്കുന്ന ആശയം കറൻസി രഹിത വ്യവസ്ഥയാണ്. സൗകര്യമുള്ളവരൊക്കെ കാണുക, ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, നിങ്ങൾ ഞാനുമായിട്ട് വ്യക്തിബന്ധം പുലർത്തുകയും ചെയ്യണം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഞാൻ ജീസസ് സാംബശിവൻ, കൊല്ലത്താണ്. മഹാനായ കലാകാരൻ പ്രൊഫസർ ബി സാംബശിവൻ്റെ 3ാമത്തെ മകനാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.